നബിദിനത്തിൻ്റെ റാലിക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഇതുമതായി ഇറങ്ങുന്നത്. രാവിലെ തന്നെ നേരെ മദ്രസയിലേക്കാണ് നേരെ പോണത്. സാധാരണ ദിവസം മദ്രസക്ക് വിളിച്ച് എഴുന്നേൽക്കാത്ത ഇതും ഇന്ന് നേരത്തെ ആരും വിളിക്കാനൊന്നും നിന്നിട്ടില്ല. വിളിക്കാതെ എണീറ്റ് ഇവല് തീച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി മദ്രസിൻ്റെ ഇടുന്ന ആ പർദ്ദയൊക്കെ ഇട്ട് മഫ്തൊക്കെ എഴുതിയിട്ട് അവൾ പോവുകയാണ് കേട്ടോ. കയ്യിലുള്ള കവറ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. കാരണം അതെന്തിനാ വെച്ചാൽ ഇങ്ങനെ പോകുമ്പോൾ റാലിക്ക് പോകുമ്പോൾ മദ്രസയിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഞങ്ങൾ ഈ വളവ് അങ്ങോട്ട് തിരിഞ്ഞാൽ പള്ളിയും മദ്രസയും കാര്യങ്ങളൊക്കെയാണ്. അവിടുന്ന് ഇങ്ങോട്ട് റാലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൗണിലൂടെയൊക്കെ ഒന്ന് കറങ്ങി ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ റാലി ഉണ്ടാവും. എന്നിട്ട് ഞങ്ങളെ മുന്നിലുള്ള റോഡിൽ അതിലൂടെയൊക്കെ വരും. വന്നിട്ട് ഇങ്ങനെ വീണ്ടും തിരിച്ച് മദ്രസയിലേക്ക് തന്നെ എത്തും. അപ്പോൾ അങ്ങനെയുള്ള ആ യാത്രയ്ക്ക് ഇടയ്ക്ക് ഓരോ ഷോപ്പുകളിൽ നിന്നും വീട്ടിൽ നിന്നും ഓരോരുത്തരിങ്ങനെ നേർച്ചേർന്നിട്ടുണ്ടാവും. ഓരോ സ്നാക്സും ബിസ്ക്കറ്റ് ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മക്കൾക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ അവിടെ നിന്ന് തന്നെ ചിലർ ജ്യൂസൊക്കെ ആയിരിക്കും ക്ലാസ്സിലൊക്കെ കൊടുക്കും. അതൊക്കെ അപ്പോൾ അവിടെ നിന്ന് തന്നെ കുടിക്കും. അല്ലാത്തവർ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതൊക്കെ ഈ കവറിലിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ കഴിഞ്ഞ നബിദിനത്തിൻ്റെ പരിപാടീൻ്റെയൊക്കെ വീഡിയോ ഞാൻ നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇന്നേക്ക് ഇപ്പോൾ 1 വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഇതേപോലെ തന്നെ നബിദിനത്തിൻ്റെ അന്നൊക്കെ തോന്നുന്നു എനിക്ക് ഫസ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടത്. അപ്പം 1 വർഷമായി എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ അവളെ പറഞ്ഞയച്ച് ഞാൻ വേഗം കിച്ചണിക്ക് പോന്നു. ഇപ്പോൾ അവിടുന്ന് ഓള് പുറപ്പെട്ട് ഞങ്ങളെ വീടിൻ്റെ അവിടേക്ക് എത്താം. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് റാലി എത്തുക കേട്ടോ. അപ്പോൾ ആ സമയത്തിന് കണക്കായി ഞാൻ എൻ്റെ പണികൾ വേഗം തീർക്കണം. മോളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഓളെ ഇന്ന് ഐറൂസൊക്കെ ആയിട്ട് നമുക്ക് ജാഥ കാണാൻ പോകണം എന്നുള്ള സന്തോഷത്തിൽ ഓളും എഴുന്നേറ്റ് വേഗമുള്ള പണികൾ തീർക്കണം. അപ്പം കുറേ കാലമായിട്ട് അതായത് കല്യാണം കഴിഞ്ഞ ശേഷം മോളൂന് ഇവിടെ ഉള്ള നബിദിനത്തിൻ്റെ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഓള് മദ്രസൊക്കെ നീനും നീനും മോളും ഒക്കെ പഠിച്ച മദ്രസയിൽ തന്നെയാണ് ഇതും പഠിക്കുന്നത്. ഞാനും ആ മദ്രസയിൽ തന്നെ കേട്ടോ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗൾഫിലായതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസ പഠന കാര്യങ്ങൾ മദ്രസ സ്കൂളൊക്കെ ഇവിടെ ആയിരുന്നു. ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മദ്രസക്കുള്ള നബിദിനത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഒരു നൊസ്റ്റു ഫീലാണ് കേട്ടോ. ഞാനും ചെറുപ്പത്തിൽ പോയ സംഭവങ്ങളൊക്കെ നമുക്കൊരു മനസ്സിലൂടെ അങ്ങനെ വരില്ല. പിന്നെ നമ്മൾ മക്കളും അതേ മദ്രസക്കൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മളും ആ ഒരു കാലത്തേക്ക് അതൊക്കെ ഒന്ന് ഓർക്കാതെ ഈ ദിവസം പോകില്ല. കാരണം നമ്മൾ പോയ മദ്രസും നമ്മൾ പോയ നാടൊക്കെ അതേ മദ്രസക്കാരെ മക്കൾ പോകുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഞാനും മോളും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓൾക്കും ഇന്ന് കാണണമെന്ന് അങ്ങനെ കിട്ടാറില്ല. ഇപ്രാവശ്യം ഓൾ എങ്ങനെയോ യോഗഭാഗത്തിന് ഇവിടെ അരീക്കോട് എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് കാണാൻ പോകണം, ഐറൂസിനെയും കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഓൾ എഴുന്നേറ്റ് വന്ന് വേഗം പല്ലേക്കലും അങ്ങനെ ഓള പരിപാടികളൊക്കെ തീർക്കണം. എന്നിട്ട് വേണം ഐറൂനെ ഉണർത്താനും. ഒരു 8 8:45 ആകുമ്പോൾ ഓനെ ഉണർത്താം ജാഥ വരുമ്പോൾ നമുക്ക് അവിടേക്ക് എത്താമെന്നൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് കല്യാണമുണ്ട്. നേനൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ നേനെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണ്. 1 മാസം മുമ്പേ ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ച് നിന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുക്കാണ് കേട്ടോ. അപ്പോഴേക്കും ജാഥൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പാട്ടും സലാത്തും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പത്ത് ഉള്ളിയൊക്കെ വാട്ടട്ടെ എന്ന് വിചാരിച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വാട്ടിയ മുഴുവനൊക്കെ ചട്ടി അടുപ്പത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ റാലിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല പാട്ടുകൾ കേൾക്കുമല്ലോ അല്ലേ, സ്ഥലത്ത് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾ വേഗം അത് കാണാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോഴാണ് ഐറൂസ് ഉണർന്നിട്ടില്ലല്ലോ, ഐറൂസിന് ഉണർത്തണ്ടേ. അപ്പോൾ പക്ഷേ ഇന്നാണെങ്കിൽ അവൻ ഉണരുന്നേ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ മോളും ഓൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോന്നാൽ തന്നെ ഉണരും. ജസ്റ്റ് ഓളങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണം എന്നാലേ ഉറങ്ങുള്ളൂ. അപ്പോൾ ഓള് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് ബാത്റൂമിൽ പോകാൻ വരെ എഴുന്നേറ്റ് ഉണർന്ന് കരയണ ഓന് ഇന്നോ എഴുന്നേൽക്കുന്നേ ഇല്ല കേട്ടോ. പണി 18 നോക്കിയിട്ട് കണ്ണ് കുട്ടി തുറക്കണില്ല. പക്ഷേ അവനെ ആ ഒരു റാലിക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമാണ്. അവനെ അതിൽ ഒന്ന് കുറച്ച് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ദഫ് മുട്ടും പരിപാടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഐറൂസിന് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. ഇവിടെ ഉള്ള സ്ഥിതിക്ക് അതുകൊണ്ടോ കണ്ണിൻ്റെ കുട്ടി തുറന്നിട്ടില്ല കേട്ടോ. കണ്ണ് തുറക്കാൻ വയ്യാതെ. പക്ഷേ പോവാന്ന് പറഞ്ഞപ്പോൾ ടാറ്റൊക്കെ തരുന്നുണ്ട്. ഉള്ളിൽ ഒന്നും ഇങ്ങനെ അറിയണുണ്ട് പോവാണെന്നുള്ളത്. പക്ഷേ കണ്ണൊന്ന് തുറക്കാൻ പറ്റണില്ല കേട്ടോ. പിന്നെ എനിക്കൊരു സങ്കടമുള്ളതെന്ന് വെച്ചാൽ നീനൂട്ടിക്ക് വരാൻ പറ്റില്ല. എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഓൾക്ക് പക്ഷേ ഇറങ്ങി വരാനോ അതിന് പരിപാടിക്ക് പോകാനൊന്നും പറ്റില്ല. എന്നെ ഓൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഓൾ ഉറങ്ങാണ്. രാത്രി 2-3 ഗുളിക ഉണ്ട്. ഈ ചൊറിച്ചിലോ കുരുവൊക്കെ പൊട്ടു നീറ്റലൊന്നും ഇല്ലാതെക്കാനും അലർജീൻ്റെ ഗുളികയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓൾ എന്ത് ചെയ്തു അതൊന്നും അറിയുന്നില്ല കേട്ടോ. നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാനും വിളിച്ചുകൊണ്ടാനും നിന്നിട്ടില്ല. അപ്പോൾ മോളും വേഗം എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറ്റിയതാ. ഓളും പിന്നെ കാണാൻ വേണ്ടി അവിടെ കണ്ടോ ആ ഒരു റോട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും
എല്ലാവരും ഇതാ ഇവിടെ വരിക്ക് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കണ്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ്, ഫ്രൂട്ട്സ്, ഫ്രൂട്ടി പോലുള്ള ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗത്തും ഈ സൈഡിലും ആ സൈഡിലും വെക്കണം. 2 സൈഡിലും വെക്കണത് എന്താ വെച്ചാൽ 2 വരിയായിട്ടാണ് വരിക. അപ്പോൾ 2 സൈഡിലുള്ള ആൾക്കാർക്ക് ഒരു കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ. നല്ല വെയിലുണ്ട്, നല്ല എന്താ പറയുക വരുന്ന വെയിലാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പക്ഷേ അതൊന്നും വക വെക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആദ്യം ഏതാ ജീപ്പ് ഇങ്ങനെ മുന്നിൽ വരുന്നുണ്ട്. അതിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നബിദിനത്തിൻ്റെ പ്രാധാന്യങ്ങളും കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുന്നിൽ ആ ഒരു വണ്ടി വരുന്നത്. പിന്നാലെയാണ് ദഫിൻ്റെ കുട്ടികളെ കണ്ട എല്ലാ പ്രാവശ്യവും ഒരു കുട്ടികളാണോ, അതായത് ഒരു സെറ്റ് കുട്ടികൾ മാത്രമേ വരാറുള്ളൂ. ഇപ്രാവശ്യം പല ഡ്രസ്സിന് 3 സെറ്റായിട്ട്, അതായത് ഇപ്പോൾ ഇത് വൈറ്റും റെഡും ആയിട്ടുള്ള ഷർട്ട് ഇട്ട് കണ്ടുള്ള കുട്ടികൾ, അതിൻ്റെ പിന്നാലെ വേറെ കളറിൽ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ പിന്നാലെ വേറെ കളർ, അങ്ങനെ 3 സെറ്റായിട്ട് തന്നെ മക്കളുണ്ട് കേട്ടോ. പെൺകുട്ടികൾക്ക് പിന്നെ അധികം ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും ആദ്യമൊന്നും ഞങ്ങൾ ജാഥയിലും കൂടി ഞാനൊന്നും പഠിക്കുന്ന കാലത്ത് ഈ റാലിയിലും കൂടി നിർത്താറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മക്കൾ പറഞ്ഞ് പെൺകുട്ടികളാണ് വിചാരിച്ച ഓൽക്കുണ്ടാവില്ലേ അല്ലേ ആഗ്രഹങ്ങൾ എല്ലായിടത്തും ഒന്ന് കറങ്ങാനും ഇവരപ്പം ഇങ്ങനെ ജാഥയിലൊക്കെ പോകാനേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിപ്പോൾ പെൺകുട്ടികളൊക്കെ ബാക്കിൽ പിന്നാലെ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാറുണ്ട്. ഓരോ വീട്ടിൻ്റെ മുറ്റത്തു നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കേട്ടോ. അധികമൊന്നുമില്ല, ചെറിയ മക്കൾ മാത്രം. ഇപ്പോൾ ഇതുമുൻ്റെ പ്രായം കഴിഞ്ഞാൽ പിന്നെ ആരും കയറൂല, മക്കൾക്കൊക്കെ മടിയാണ്. ഉസ്താദുമാരൊക്കെ ഉണ്ടാകുമ്പം വലിയ മക്കളൊന്നും കയറൂല. അപ്പോൾ ഇങ്ങനെ ഓരോ റാലിയായിട്ട് ഇതാ ഇവിടുന്ന് ദഫ്മുട്ട് പഠിപ്പിച്ചു കൊടുത്ത മക്കൾക്ക് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത ദഫ്മുട്ട് സംഗതികളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ നബിദിനത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ വെച്ചാൽ ഇത് കാണാൻ താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടാവും വിചാരിച്ചിട്ട് കേട്ടോ. നമ്മൾ ഒരു ഹാപ്പിനെസ് കാര്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ആദ്യം ഇവിടെ നിന്നൊന്നും നമ്മളെ ഈ ഭാഗത്തു നിന്നൊന്നും ഇങ്ങനെ ദഫ്മുട്ട് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഒരു അപ്പുറത്തുള്ള ഒരു ഇതുണ്ട്, അവിടുന്ന് കാണിക്കാറുള്ളായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടുന്ന് കുറേ വീട്ടുകാർ കാണാനുള്ളതുകൊണ്ട് ഞങ്ങൾക്കും കാണണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ദഫ്മുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കളിച്ച് പോവും. പിന്നെ മക്കളൊക്കെ ഉണ്ടോ 2-3 വരെയായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അപ്പുറത്തുനിന്നും ഒക്കെ ഉണ്ടോ എല്ലാ കുട്ടികളുടെ കയ്യിൽ കവറുണ്ട്, ഒരു ലോഡ് സാധനങ്ങളുണ്ട്. മക്കളെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ മദ്രസത്തെ മക്കൾ മാത്രമല്ല കേട്ടോ, നമ്മളപ്പുറത്തുള്ള നാട്ടിലുള്ള കുട്ടികളൊക്കെ വരും. കാരണം അവിടെ ചിലപ്പോൾ ഇത്ര രീതിയിൽ ഞങ്ങളെ ഈ നാട്ടിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ നബിദിനം നടത്തുന്നുണ്ട്. കാരണം ഈ ഭാഗത്ത് അധികം സുന്നി ആൾക്കാരാണ് കേട്ടോ. അപ്പം കൂടുതൽ ഈ മദ്രസയിൽ നിന്ന് ഒരുപാട് എല്ലാ വർഷവും നല്ല പരിപാടിയുണ്ട്. അപ്പോൾ ഇത് കണ്ടറിഞ്ഞിട്ട് ഇപ്പുറത്തുനിന്നൊക്കെ ഓരോ കുട്ടികൾ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ പോകുമ്പോൾ പോലെ കവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഉണ്ട്, ഇതുമാണ് പോണത് കണ്ടല്ലോ എടാ, ഇതുമാണ് പോണത്. ഓളെ കയ്യിലുള്ള കവറും നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി മദ്രസ വരെ പോയിട്ട് ഓളിങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ. അപ്പോഴാണ് പിന്നെ നമ്മൾ പേക്കൊക്കെ പൊളിക്കുക. എന്തായാലും ഇതൊക്കെയാണ് ഇന്നതായി റാലി ഇത് പോയി കഴിഞ്ഞ് പോകുന്നതോടുകൂടി ഇന്ന് ആ ഒരു പരിപാടികളൊക്കെ ഉണ്ട് അവസാനിക്കും കേട്ടോ. ഐറൂസിൻ്റെ കയ്യിലും കിട്ടിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ, 2 പെട്ടിയും ബിസ്ക്കറ്റും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കുന്നവർക്കൊക്കെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങളെ കയ്യിലും തരും. ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങളെ കയ്യിലും തരും. അതൊക്കെ വാങ്ങിയതാണ് ഞങ്ങൾ പോന്നിട്ടുണ്ട്. ഐറൂസിൻ്റെ കയ്യിൽ കൊടുത്ത പോകുന്നു ഭയങ്കര സന്തോഷം കേട്ടോ. അതൊക്കെ ആദ്യമായിട്ട് കാണല്ലേ. അപ്പം വന്ന് കിട്ടിയ എല്ലാ സാധനങ്ങളും ഞങ്ങൾ പൊളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇതുമ്മ വരട്ടെ, ഇതുമ്മൂൻ്റെ കയ്യിലുള്ള കവർ കൂടി കണ്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷേ ഐറൂസ് ഇങ്ങനെ അത് പൊളിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ ഓനുള്ളത് അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ബാക്കിയൊക്കെ ഇതുമ്മ വന്നിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് റെഡിയാക്കാമെന്ന് കരുതി. അങ്ങനെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഷാളൊക്കെ ഒന്ന് വലിച്ചൂരി എറിയാം. അതിനുശേഷം നമ്മുടെ കിട്ടിയ സാധനങ്ങളൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഐറൂസ് ആകെ സന്തോഷത്തിന്, കാരണം ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ ഒറ്റയടിക്ക് കാണല്ലേ. അപ്പോൾ ഓന് ഭയങ്കര ത്രില്ലാണ്, ഏതെടുക്കണം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു ത്രില്ലിലാണ് ഓന്. പക്ഷേ ഞാൻ പറയാം, കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ കിട്ടിയ അത്ര സാധനങ്ങളില്ല കേട്ടോ. ഇപ്രാവശ്യം കുറവാണ്. നമ്മളെ വീഡിയോയിൽ കഴിഞ്ഞ വർഷം ഞാനിട്ട വീഡിയോ കണ്ടാൽ അറിയാം ഇതിലേറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഷവർമ, സാൻഡ്വിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കൂടുതൽ പപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്സ് കണ്ടപ്പോൾ മോളൂനൊരു ആഗ്രഹം കഴിക്കാനായിട്ട്. അപ്പോൾ ഓൾക്ക് ഒരു വെമ്പൽ, ഓൾ ഇന്ന് കല്യാണം ഉണ്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ
നേരത്തെ ഞാനെൻ്റെ അനിയത്തിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ രാവിലെ ഒന്നും കഴിക്കണില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. പപ്സ് കണ്ടപ്പോൾ ഒക്കെ ഒരു കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല ഇന്നൊരു ദിവസമല്ലേ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഒരു പപ്സ് എടുത്തിട്ട് ഞാനും ഓളും എല്ലാവരും കൂടി ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഒന്ന് അറിയാൻ പറ്റി. പിന്നെ ഓള് ഇന്നൊന്നും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് പോയി. ഇനി അവിടുന്ന് കല്യാണത്തിൻ്റെ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ വേഗം വന്ന് ഫുഡൊക്കെ റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 10-10:30 ആയപ്പോഴേക്കും പള്ളിക്കൽ നിന്ന് ഉച്ചക്കുള്ള നബിദിനത്തിൻ്റെ ചോറൊക്കെ കിട്ടി. 10:30 ആയപ്പോഴേക്കും തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ അത് ഒക്കെ ഒന്ന് ഒരു കവറിലാണ് കിട്ടുക. അത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് പറ്റിയിട്ട് നല്ല നെയ്ച്ചോറും പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫിൻ്റെ മസാല കണ്ട ബീഫും മസാല ഇതിൻ്റെ ഒരു മണം പ്രത്യേക ഒരു മണമാണ് കേട്ടോ. ഒന്നായിട്ടൊരു ഒരുപാട് ബീഫ് ഒരുമിച്ച് വെക്കുമ്പോൾ ആ ടേസ്റ്റാണിത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ എത്ര വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടൂല. കാരണം നമ്മൾ മാക്സിമം ഒരു 5 കിലോ 10 കിലോ ഒക്കെ ഒരുമിച്ച് വെക്കുള്ളൂ. ഇത് എത്രയെന്നറിയില്ല അത്രയും കിലോ സംഭവം ഒരുമിച്ച് വെക്കുന്നതിൻ്റെ ടേസ്റ്റാണ്. അതുകൊണ്ട് അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ദോശ ചുട്ടത് നീനൂട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്ക് ദോശയൊക്കെ കൊണ്ട് കൊടുക്കട്ടെ. ഓളൊന്ന് റെഡിയാക്കി മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോഴേക്കും ഇവിടെയൊക്കെ എല്ലാവരോടും ഞാൻ വേഗം റെഡി ആകാൻ പറഞ്ഞു. 11:30 ആകുമ്പോൾ ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് ഓട്ടോയിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും എന്താ ഓട്ടോയിൽ പോണത് നമ്മൾ എൻ്റെ ഹസ്ബൻഡ് വരുന്നില്ലേന്ന്. അപ്പോൾ ഞാനും മോളും ഐറൂസും ഇതുമും ആണ് കല്യാണത്തിന് പോണത്. എൻ്റെ ഹസ്ബൻഡ് വരുന്നില്ല. കാരണം നീനൂട്ടിൻ്റെ അടുത്ത് ആരെങ്കിലും ഒരാളില്ല ഞാൻ പറ്റൂല. അവള് ഈ അസുഖം വന്ന് ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓള് എന്താ പറയുക മുറിവൊക്കെ ഒന്ന് ഉണങ്ങി എന്നിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് 1 മണിക്കൂറല്ലേ ഓളവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോണതിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് ഉണ്ടായത് ഇതിപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഓളെ അങ്ങോട്ട് കൊണ്ടുവന്നതൊക്കെ. അപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഒക്കെ ഇന്നൊക്കെ നല്ല ക്ഷീണമുണ്ട്. ഞാൻ രാവിലെ ഇപ്പോൾ ചെന്നപ്പോഴൊക്കെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസൊക്കെ 2-3 ഐറ്റംസ് ജ്യൂസൊക്കെ ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒക്കെ ഒരു വട്ടം കൊടുത്തു. കൊടുത്തിട്ട് ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പോകുന്നത്. ഇനി ജ്യൂസൊക്കെ ഒക്കെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡ് എടുത്ത് കൊടുത്തോളും. അങ്ങനെ ഒക്കെ ആക്കി റെഡി ആക്കിയിട്ടാണ് ഉച്ചക്കൊക്കെയുള്ള ഫുഡ്. പിന്നെ ഓക്കുള്ളത് ഫുഡ് ഞാൻ വന്നിട്ട് തരാം. ജ്യൂസ് ഇങ്ങനെ കുടിച്ചുകൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിന് പിന്നെ ഞാൻ പറയില്ലേ ഒക്കെ പള്ളിക്കന്ന് കിട്ടിയ റൈസും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചോളും. അങ്ങനെ ഞങ്ങൾ അതുകൊണ്ടാണ് ഓട്ടോക്ക് പോകുന്നത് കേട്ടോ. പിന്നെ മൂപ്പർക്ക് പോരാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ മൂപ്പർക്ക് പോരാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എന്താ പറയുക ഞാനാണ് അവിടെ ഏതായാലും ചെല്ലേണ്ടത് എന്ന് എനിക്ക് തോന്നി. കാരണം ജൂമിൻ്റെ വൈഫിൻ്റെ പരിപാടി ആയതുകൊണ്ട് അവിടെ എനിക്ക് പോകണം എന്നുള്ളത് ഒരു ഭയങ്കര കൂടുതൽ. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇജി തന്നെയാണ് പോകേണ്ടത്, ഞാൻ ഞാൻ പോണേക്കാണ് നല്ലത് ഈ തന്നെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പം അവിടെ ഓട്ടോക്കെ പിടിച്ച് ഏകദേശം ഒരു 20-25 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ 12-12:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് എത്തിയപ്പോൾ ഞാൻ വന്ന് കയറുമ്പോൾ തന്നെ ഉമ്മ ഉണ്ട് അവിടെ ഫുഡ് കഴിച്ച് കൈ കഴുകാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉമ്മാനെ കണ്ടപ്പോൾ ഉമ്മാൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉമ്മാനോ ഇനി ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പുതിയണ്ണിൻ്റെ അടുത്തേക്ക് പുതിയണ്ണിനെ കാണാൻ പോവാം. അപ്പോഴേക്ക് നിക്കാഹൊക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റേജിമേലൊക്കെ നല്ല അടിപൊളി എൻട്രി ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ എൻട്രി കാണാനായിട്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. കാരണം നല്ല ലേറ്റ് ആയിട്ടാണല്ലോ എത്തിയത്. 10:30 ആകുമ്പോഴേക്കും തന്നെ ഞാൻ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിക്കാവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. സത്യം പറയാലോ പിന്നെ ഇതിപ്പോൾ കല്യാണം 6-ാം തീയതി ആണ് കേട്ടോ. അപ്പോൾ 5-ാം തീയതി മഞ്ഞൾ കല്യാണമല്ല ഈ മെഹന്തി പോലെയുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസും പരിപാടിയും സ്റ്റേജൊക്കെ കെട്ടിയിട്ട് വീട്ടിൽ തലേ ദിവസം നല്ല പരിപാടി ഉണ്ട്. അപ്പോൾ അതിനും പോകണം. 6-ാം തീയതി ഈ ഒരു പരിപാടിക്കും പോകണം. 7-ാം തീയതി ഓളെ കെട്ടിച്ച് വിടുന്ന പിന്നെ സ്ഥലത്തുള്ള അവിടെ റിസപ്ഷനാണ് കേട്ടോ. അതിനും പോകണം. ഇങ്ങനെ 3 പരിപാടിക്ക് പോകണം. അതിനുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ച് തുത്തും ഞാനൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ച് പോകാൻ റെഡി ആയി നിന്നാൽ. പക്ഷേ ഞാൻ പറയില്ല നമ്മൾ എന്തെങ്കിലും കൂടുതൽ ആഗ്രഹിച്ചാൽ അത് നടക്കില്ല എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അത്ര പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും പണി കിട്ടിയ ദിവസമാണ്. തുത്തുവാണെങ്കിൽ ഇതുവരെ വെക്കേഷൻ സ്കൂൾ പൂട്ടെന്ന് മഞ്ചേരിക്ക് വന്നതാണ്. വന്ന ശേഷം പിന്നെ ഇപ്പോൾ ഈ ബുധനാഴ്ച വ്യാഴാഴ്ച ഇട്ടിട്ട് ഓളം സുജി അതായത് തുത്തൂൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് അവരെന്തോ ട്രിപ്പിന് പോയിട്ടുണ്ട്. ശനിയാഴ്ച നമുക്ക് കല്യാണത്തിന് നമുക്ക് എന്തായാലും പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഒരു ട്രിപ്പിന് പോയതാണ്. പക്ഷേ അവരും വയനാട് അവിടെ പെട്ടിട്ട് വരാൻ പറ്റിയില്ല. കൃത്യസമയത്തിന് ഓക്കും കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ഞാനാണെങ്കിലോ ഇങ്ങനെയാണ് വന്നത് കേട്ടോ കല്യാണത്തിൻ്റെ സമയത്ത്. അപ്പം ജൂമിനും ഞാനൊക്കെ ഭയങ്കര ഇടങ്ങേറ്. ഞാൻ അവളോട് പറഞ്ഞു ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കല്യാണമായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് വരെ ഞങ്ങൾ എന്തായാലും വരും, 5-ാം തീയതി വരും, 6-ഉം വരും, 7-ഉം വരും എന്നൊക്കെ പറഞ്ഞ് നല്ലോണം പറഞ്ഞ് നിന്നിരുന്ന കല്യാണമായിരുന്നു. പക്ഷേ
എല്ലാവർക്കും പണി കിട്ടി കല്യാണത്തിന് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒരു എന്തൊക്കെയോ ഒരവസ്ഥ ആയിട്ടോ. നിലൂനും വയ്യ കേട്ടോ. നിലൂന് പനിക്കണം. നീലു പറയുന്നത് ഞാൻ എൻ്റെ നുജുമിൻ്റെ മോന് തീരെ വയ്യ, അവന് പനിക്കണമുണ്ട്, ചെറുതായിട്ട് ഛർദ്ദിക്കണമുണ്ട്. അവരും ആ ഒരു മുൾമുനയിലാണ് നിൽക്കുന്നത്. ഈ കല്യാണം കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് നുജുമും ഞാനും നിൽക്കുന്നത് കേട്ടോ. ഒക്കെ കൂടെ ഒരു എന്താ പറയുക, ഒരു മനസ്സിന് സുഖമില്ലാത്ത ഇവിടെ വന്നിട്ടും ഇത് നല്ല അടിപൊളി സ്റ്റേജും പരിപാടിയൊക്കെ, സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടിങ്ങനെ നല്ല പാട്ടായിട്ട് ഐറൂസൊക്കെ ഉണ്ടോ കൈയ്യൊട്ടി നല്ല താളത്തിൽ കൈയ്യൊട്ടി നടക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിലൊരു വൈബുള്ളൊരു കല്യാണമാണ്. പുതിയണ്ണിൻ്റെ പുതിയണ്ണിൻ്റെ ഫ്രണ്ട്സും പുതിയാപ്പിളിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ മണവാളിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടോ സ്റ്റേജിൽ മൊത്തം അടിപൊളി വൈബായിരുന്നു കേട്ടോ. അതിനൊത്ത പാട്ടൊക്കെ ഇട്ടിട്ട് ഫുൾ എന്താ പറയുക, ഒരു ട്രെൻഡിങ് കല്യാണം തന്നെ ആയിരുന്നു. കല്യാണ പെണ്ണിനെ മാലിടാൻ വേണ്ടിയിട്ട് പുതിയണ്ണിൻ്റെ ഫ്രണ്ട്സുകൾ അപ്പുറത്തുനിന്നും ഇവിടുന്നും ഒക്കെ ആയിട്ടുള്ള ആ ഒരു പൊടിയും വലിയും പരിപാടികളും ഡാൻസും എങ്ങനെ ഇപ്പോൾ പറയാം, അടിപൊളി വൈബ് തന്നെയായിരുന്നു. പക്ഷേ അതൊന്നും അത്ര സന്തോഷത്തിൽ ഒരു കാണാനുള്ളൊരു മൂഡേ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് നമ്മൾ ഓട്ടോ നിർത്തിയിട്ടാണ്, നമുക്ക് ഓട്ടോ നിർത്തിയിട്ടാണ് നമ്മൾ ഇവിടെ കല്യാണം കൂടുക. അപ്പോൾ അധികം നമുക്ക് വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. മാക്സിമം 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നീനു ആണെങ്കിൽ അവിടെ ഒറ്റയ്ക്കല്ലേ, ഓളെടുത്ത് ഒക്കെ എന്തെങ്കിലും വിശക്കുഞ്ഞി അധികം ക്ഷീണമാവും, അങ്ങനെയുള്ള ടെൻഷൻ, വേഗം പോകണം എന്നുള്ളൊരു ടെൻഷൻ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു സമാധാനത്തിലുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേഗം പോയി ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ സ്റ്റേജിൽ കയറിയിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ വേഗം എടുത്തു കേട്ടോ. കാരണം എപ്പോഴാണ് പോകേണ്ടത് അറിയില്ലല്ലോ. അങ്ങനെ അതൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ ഞങ്ങളിതാ ഈ ഒരു പിന്നെ രസകരമായിട്ടുള്ള ഈ സംഭവമൊക്കെ എപ്പോഴും നമുക്ക് കാണാൻ നല്ല രസമാണ് അല്ലേ ഈ കല്യാണത്തിൻ്റെ ഇപ്പോഴാണെങ്കിലോ ഓരോരോ ട്രെൻഡിങ് പരിപാടികളൊക്കെ ആയിട്ട് ഓരോരോ അടിപൊളി സംഗതികളൊക്കെ ആണല്ലോ. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസം. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തോന്നി ഈ കാലത്തൊക്കെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് എന്നൊക്കെ തോന്നൂലേ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ അധികം കണ്ടു നിൽക്കാതെ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ നിന്നിട്ട് അവിടുന്ന് മടങ്ങി കേട്ടോ. പിന്നെ മോളുൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു മണിക്കൂർ, ഏകദേശം 1 മണിക്കൂർ അവിടെ ചിലവാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ നീനും വിളിക്കുന്നുണ്ടായിരുന്നു പോരാനായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടും. കാരണം എത്രയല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ഒറ്റയ്ക്ക് നിൽക്കുക, അതും ഈ മുറിവ് ഇങ്ങനെ ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒക്കെ കൂടെ ഒരു എന്താ പറയുക ഒരു സമാധാനമില്ലാത്ത കല്യാണം തന്നെ പറയട്ടെ. പക്ഷേ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി സംഭവമായിരുന്നു. പിന്നെ തുത്തും വിളിച്ചു. ഞാൻ തുത്തുന് വിളിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. അവൾ വയനാട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഓരോ കാലങ്ങളും ഇവിടെ എത്താൻ 2 മണിയാവും. അപ്പോൾ അവൾക്ക് കല്യാണം എന്തായാലും കഴിയും. കാരണം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കല്യാണം. നിക്കാവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 11 മണിക്ക് ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും തന്നെ തിരക്കൊക്കെ അധികം ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. ഫുഡൊക്കെ നേരത്തെ തന്നെ കൊടുക്കുക സ്റ്റാർട്ടാക്കിയതുകൊണ്ട് ഞങ്ങളൊക്കെ വന്നപ്പോഴേക്കും തന്നെ ഒരുവിധം എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നല്ല ബീഫ് മന്തിയും, എല്ലായിടത്തും നമ്മൾ ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണി ഉണ്ടായാലും ഇവിടെ വേറൊരു ഇതായിരുന്നു. ബീഫിൻ്റെ മന്തിയും ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ആ ഒരു നാടൻ ചിക്കൻ്റെ ബിരിയാണി നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും പുതിയണ്ണും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുതുക്കം പോലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പുതുക്കമൊക്കെ പോകണം വിചാരിച്ചിരുന്ന ഒരു കല്യാണമായിരുന്നു. അതിനൊന്നും പോകാൻ പറ്റിയില്ല. ഞങ്ങൾ വേഗം വീട്ടിലേക്ക് മടങ്ങിയതാ, വീട്ടിലെത്തി. അപ്പോൾ ഇനി ഒരുപാട് പണികളുണ്ട്. പിന്നെ അധികം വീഡിയോ എടുത്തില്ല കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.